ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ കുറച്ച് ക്വാർട്ടർലി റിസൾട്ട് വന്നിരിക്കുന്ന സ്റ്റോക്കുകളൊന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഒന്ന് കാനറ ബാങ്കാണ്. കാനറ ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ ഒന്നാണ്. ഓക്കെ, അത് 5.78 അതിൻ്റെ പി റേഷ്യോ. നമുക്ക് അവരുടെ ഫണ്ടമെന്റൽ അനാലിസിസിലേക്ക് ഒന്ന് കടക്കാം. 5.95 അവർ 5 വർഷത്തെ ROC എങ്കിൽ 6.64 3 വർഷം, ഇപ്പോൾ 6.52. ROE 15.56, 17.17, 16.08. ഓക്കെ, ഇനി പി റേഷ്യോ ഇൻഡസ്ട്രി പിനെ കഴിഞ്ഞും താഴെയാണ്. പെഗ് റേഷ്യോ വളരെ ഫേവറാണ്. പിന്നെ ഇൻട്രൻസിക് വാല്യൂ 211, ബുക്ക് വാല്യൂ 136, രണ്ടിനെ താഴെയാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് 127. റിസൾട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ പ്രാവശ്യത്തെ ടോപ്പ് ലൈൻ ഗ്രോത്ത് 31,523 കോടിയിൽ നിന്ന് 32,957 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. ഓക്കെ, എക്സ്പെൻസ് 21,992 കോടിയിൽ നിന്ന് ഇൻട്രസ്റ്റ് 21,992 കോടിയിൽ നിന്ന് 22,737 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. എക്സ്പെൻസ് 13,141 കോടിയിൽ നിന്ന് 10,391 കോടിയായിട്ട് എക്സ്പെൻസ് കുറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് അവർ ശരിക്കും സ്കോർ ചെയ്തിരിക്കുന്നത്. എക്സ്പെൻസ് കുറച്ചു. അങ്ങനെ വന്നപ്പം എക്സ്പെൻസ് കുറച്ചപ്പം അവരുടെ ഓപ്പറേറ്റിംഗ് ഫിനാൻസിങ് പ്രോഫിറ്റ് ലോസ് ആണ് -3,610 എന്ന് ഇയർ ഓൺ ഇയർ ഒരു വർഷം കൊണ്ട് -172 കോടിയായിട്ട് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ വർഷം -11 ആയിരുന്നു അവരുടെ ഫിനാൻസിങ് മാർജിനെങ്കിൽ ഇത്തവണ -1 ആണ്. നെറ്റ് പ്രോഫിറ്റോടെ കൂടി നമുക്കൊന്ന് നോക്കുമ്പോഴേക്കും വരുന്ന ഫിനാൻസിങ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3,233 കോടിയിൽ നിന്ന് 5,182 കോടിയായിട്ട് നെറ്റ് പ്രോഫിറ്റ് കൂടി. അത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 4,575 കോടിയിൽ നിന്ന് 5,182 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. ഇനി അവരുടെ NPA ഒന്ന് നോക്കിയാട്ടെ, 2.69 നിന്ന് 1.57 GNPA കുറഞ്ഞു എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ തന്നെ നെറ്റ് NPAയും 0.63 നിന്ന് 0.36 നെറ്റ് NPAയും കുറയ്ക്കാൻ പറ്റി എന്നുള്ളത് വളരെ നന്നായിട്ട് അവർ ബാലൻസ് ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, നമുക്ക് പ്രൊമോട്ടർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, FIIs കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം ജൂണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടിയാണ് നിൽക്കുന്നത്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഇച്ചിരി വീക്കാണ്. ഇനി മ്യൂച്വൽ ഫണ്ടുകാർ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂട്ടി തന്നെയാണ് നിൽക്കുന്നത്. പബ്ലിക്കിന്റെ കയ്യിൽ ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. അടുത്തത് തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്കാണ്. നമ്മുടെ സ്റ്റുഡൻസിനും നമുക്കും കഴിഞ്ഞ ഒരു 2 ക്വാർട്ടറായിട്ട് ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള ഒരു ബാങ്കാണ് തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക്. ഓക്കെ, നമുക്ക് അവർ ജസ്റ്റ് അവരുടെ ഒരു കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കിയിട്ട് നമുക്ക് താഴോട്ട് പോവാം. ഈ ബാങ്കിന്റെ ക്യാപിറ്റൽ അഡിക്വൻസി നിങ്ങളൊന്ന് നോക്കണം. ക്യാപിറ്റൽ അഡിക്വൻസി 30. സാധാരണ ഒരു RBI തന്നെ പറയുന്നത് 9 മുകളിലുണ്ടാണെന്നേ ഉള്ളൂ ക്യാപിറ്റൽ അഡിക്വൻസി. ഓക്കെ, അത് 30. വളരെ നല്ല ബാലൻസ് ഷീറ്റ്. NPA നോക്കിയാട്ടെ 0.20. GNPA എന്ന് പറയുന്നത് സാധാരണ ഇതുപോലൊന്നും ബെറ്റർ ആയിട്ട് ബാലൻസ് ഷീറ്റ് കീപ്പ് ചെയ്യുന്ന ഒരു ബാങ്കുകൾ വളരെ ചുരുക്കമാണ്, പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ പ്രത്യേകിച്ച്. ഓക്കെ, 14,166 കോടിയാണ് മാർക്കറ്റ് ക്യാപ്പ്, 9.81 പി റേഷ്യോ. നമുക്ക് അവരുടെ ഫണ്ടമെന്റൽ ഒന്ന് അനാലിസ് ചെയ്യുവാണെങ്കിൽ 7.03 നിന്ന് 7.39 ഇപ്പോൾ 7.51 ROC കൂടി എന്ന് പറയുമ്പോൾ ഈ ബാങ്കുകളുമായിട്ട് പ്രൈവറ്റ് സെക്ടറിൽപ്പെട്ട മറ്റു ബാങ്കുകളുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ROC മെയിൻറ്റെയിൻ ചെയ്യുന്ന മറ്റൊരു ബാങ്കില്ല. ROE 14.89 നിന്ന് 14.11 പിന്നെ ഇപ്പോൾ 13.99. ഇത്രയും ഒരു പ്രഷർ ഉണ്ടായിട്ടും ഇപ്പോഴും ഈ ബാങ്ക് ICICI ബാങ്കിനെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ROC നിൽക്കുന്ന ബാങ്കാണ് തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക്. ഇത്രയും ഗ്രോത്ത് കൊടുത്തിട്ടും ഇപ്പം ഈ കുറച്ച് നാളുകളായിട്ട് ഇത് എത്രത്തോളം ഈ സ്റ്റോക്ക് കയറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കൊന്ന് ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇത്രയുമൊക്കെ കൊടുത്തിട്ടും 913 892 എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഈ ബാങ്ക് അണ്ടർ വാല്യൂ ആണ്. ബുക്ക് വാല്യൂ 667 രൂപയാണ് നിൽക്കുന്നതെങ്കിൽ ഇപ്പം 892 രൂപയാണ് മാർക്കറ്റ് റേറ്റ് നിൽക്കുന്നത്. റിസൾട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. നമുക്ക് ഈ കഴിഞ്ഞ ജൂണിൽ 407 കോടി രൂപയായിരുന്നു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്കിൽ ഈ തവണ 446 കോടിയാണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറും ബെറ്റർ ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ഇനി കഴിഞ്ഞ ജൂണിൽ 173 കോടിയാണെങ്കിൽ അത് 319 കോടിയായിട്ട് ഫിനാൻസിങ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 12 നിന്ന് 19 ഫിനാൻസിങ് മാർജിൻ കൂടി. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഗ്രോത്ത് വന്നിരിക്കുന്നത് നോക്കി. 173 കോടി കഴിഞ്ഞ ജൂണിൽ വരുന്നു, 224 കോടി സെപ്റ്റംബർ, ഡിസംബർ 271 കോടി, ചെറിയ ഒരു ഡിപ്പ് വന്നു മാർച്ചിൽ 262 കോടി, ഇപ്പം 319 കോടി. ഈ ഒരു വർഷത്തിനിടയ്ക്ക് നെഗറ്റീവ് റിസൾട്ട് എന്ന് പറയുന്ന രീതിയിലൊരു ഫിനാൻസിങ് പ്രോഫിറ്റിലോ റിസൾട്ട് അവർ കൊടുത്തിട്ടില്ല. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് OPM മാർജിൻ അതുപോലെ തന്നെ കൂടി നിൽക്കുന്നുണ്ട്. ഇനിയാണ് അവരുടെ ശരിക്കുള്ള മാജിക് അതിനകത്ത് കാണാൻ പോകുന്നത്. 305 നിന്ന് നെറ്റ് പ്രോഫിറ്റ് 412 374 നിന്ന് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 412 കൂടിയിട്ടുണ്ട്. ഇനി ഗ്രോസ് NPA
കഴിഞ്ഞ ജൂണിൽ 1.22 നിന്ന് ഇപ്പം പകുതിയായിട്ട് 0.69 ആയിട്ട് ഗ്രോസ് എൻ പി എ കുറഞ്ഞിട്ടുണ്ട്. നെറ്റ് എൻ പി എ എന്ന് പറയുന്നത് 33 0.33 നിന്ന് ഇപ്പം വന്നിട്ട് 0.17 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ പി എ ഒക്കെ വളരെ ഫേവറായിട്ട് നിൽക്കുന്ന വാല്യുവേഷനിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇത് നമ്മൾ 650-660 രൂപയ്ക്കൊക്കെ ഹ്യൂജ് ആയിട്ട് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നമ്മുടെ കയ്യിലെല്ലാം ഈ ഹോൾഡിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ എപ്പോഴും പഠിക്കുന്നത്. അതിൻ്റെ ലോ ലെവലിൽ നിന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്, ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടത്. ഇനി നമുക്ക് ഇവരുടെ ഈ എക്സ്പെൻസ് ഇയർ ഓൺ ഇയറിൽ വരുന്ന എക്സ്പെൻസുകൾ നമ്മളൊന്ന് നോക്കുമ്പോൾ ഇവർ ലേറ്റസ്റ്റ് 2026 വരെയുള്ള എക്സ്പെൻസ് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഇവരുടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടിക്കൊണ്ട് വരുന്നത്. അതർ എംപ്ലോയി കോസ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 14, 13 ഈ ലെവലിൽ നമുക്ക് ഇവരതിനെ കുറച്ച് നാളായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. അതർ കോസ്റ്റും വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രോഫിറ്റ് ഓരോ ഇയർ ഓൺ ഇയറും ബെറ്റർ ആയിട്ട് അവർക്ക് പെർഫോമൻസ് കൊടുക്കാൻ പറ്റുന്നത്. ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ മാറ്റമൊന്നുമില്ല. FIIs ആണ് മെയിനായിട്ട്. അവർ 6.19ഉം 6.73ഉം ആണ്. മ്യൂച്വൽ ഫണ്ടുകാർ 1.91ഉം അവിടുന്ന് 1.96 ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. പബ്ലിക്കിൻ്റെ കയ്യിൽ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അടുത്തത് സുമിറ്റോമോ കെമിക്കൽസ് ആണ്. കെമിക്കൽസിലെ നല്ലൊരു കമ്പനിയാണ്. 26,915 കോടിയാണ് മാർക്കറ്റ് ക്യാപ്പ്. 47ആണ് അതിൻ്റെ PE റേഷ്യോ. അവരുടെ ഫണ്ടമെന്റൽ നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 വർഷത്തെ ROC 26, അവിടുന്ന് 23, ഇപ്പോഴും സ്റ്റേബിൾ ആയിട്ട് 23, ROE 19, 17, 17. ഇൻഡസ്ട്രി പീനെ കഴിഞ്ഞും കൂടിയ റേറ്റാണ് നിൽക്കുന്നത്. കടം കുറവാണ്. 189 ഇൻട്രൻസിക് വാല്യൂ, ബുക്ക് വാല്യൂ 67. അത് നോക്കുമ്പോൾ കുറച്ച് ഓവർ വാല്യുവേഷനാണ്. ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 220 കോടിയിൽ നിന്ന് 235 കോടിയായിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. OPM മാർജിൻ 21 22 കൂടിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 180 217 ആയിട്ടും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 111 217 ആയിട്ടും നല്ലൊരു ഗ്രോത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIIs കുറച്ചിട്ടുണ്ട്, മ്യൂച്വൽ ഫണ്ടുകാർ ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ട്, പബ്ലിക്കിൻ്റെ കയ്യിൽ സ്റ്റേബിൾ ആയിട്ടൊക്കെ തന്നെ നിൽക്കുന്നു. ഓക്കെ, നമുക്ക് നാളെ നല്ല റിസൾട്ടുകളുമായിട്ട് നാളെ കാണാം. ഓക്കെ.